ഹായ്, ശരത്താണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് മാർക്കറ്റിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേനും ഞാൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും സ്റ്റഡി ചെയ്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റഡി ചെയ്തതിന് ശേഷമുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടല്ല പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ നോർമലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കോളജി എന്ന് പറഞ്ഞ് റീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ പറഞ്ഞ US ബേസ്ഡ് ആയിട്ടുള്ള പലരും റൈറ്റ് ചെയ്തിരിക്കുന്ന ബുക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് റീഡ് ചെയ്യാറുള്ളത്. പക്ഷെ അതല്ലാതെ നമുക്ക് നമ്മുടെ കൾച്ചറിലേക്ക് ആയിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ല. അതായത് പ്രത്യേകിച്ച് നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമ്മുടെ കൾച്ചറുമായിട്ട് നല്ല ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കുറേ കാര്യങ്ങളാണ്. സോ അത് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്താലേ ഉള്ളൂ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് വരുള്ളൂ. പ്രത്യേകിച്ച് ആ ഇഷ്യൂസും നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളത് സോൾവ് ചെയ്യാനും പോകുന്നില്ല. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേക്ക് ചെയ്യുന്ന ഡിസിഷൻസിനെയും കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സൊല്യൂഷൻസും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏകദേശം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു രീതിയുണ്ട്. ഒന്നെങ്കിൽ അത് ശരി, അല്ലെങ്കിൽ അത് തെറ്റ്, അല്ലെങ്കിൽ അത് നന്മയുള്ള കാര്യം, അല്ലെങ്കിൽ അത് തിന്മയുള്ള കാര്യം. സോ ഈ ഒരു രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്, ആൾക്കാരുടെ ക്യാരക്ടർ പറയുന്ന പോലെ തന്നെ ഒരാൾ നല്ല ആൾ അല്ലെങ്കിൽ മോശപ്പെട്ട ആൾ. സോ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ നല്ല നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ പോലും ഇപ്പോൾ ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നെങ്കിൽ ഒരു മോഹൻലാൽ ഫാൻ, അല്ലെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി ഇഷ്ടമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഇഷ്ടമാണ്, അല്ലെങ്കിൽ രോഹിത് ശർമ്മേനെ ഇഷ്ടമാണ്. സോ ഈ രോഹിത് ശർമ്മേനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വിരാട് കോഹ്ലി ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ ട്രെയിൻഡ് അല്ല. നമുക്ക് ആ ഒരു രീതിയിൽ ഒരേ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പലതിലും നല്ല കാര്യങ്ങൾ. ഇപ്പോൾ വിരാട് കോഹ്ലിയാണ് ഏറ്റവും പെർഫെക്റ്റ് ക്രിക്കറ്റ് കളിക്കാരൻ, അല്ലെങ്കിൽ രോഹിത് ശർമ്മ കളിക്കുന്ന പോലത്തെ രീതിയിലല്ല വിരാട് കോഹ്ലി കളിക്കുന്നത്, അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ അല്ല മമ്മൂട്ടി അഭിനയിക്കുന്നത്. സോ ഇവർക്ക് രണ്ടുപേർക്കും കേപ്പബിൾ ആവുന്നതുകൊണ്ട് രണ്ടുപേരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കോഹ്ലിയെ പറ്റി പറഞ്ഞാലോ അല്ലെങ്കിൽ രോഹിത്തിനെ പറ്റി പറഞ്ഞാലോ ഇപ്പോൾ ABD വില്ലേഴ്സ് കളിക്കുന്ന പോലെ ഇവർക്ക് രണ്ടുപേർക്കും കളിക്കാൻ പറ്റില്ല. സോ ഈ ഒരു രീതിയിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ട്, അല്ലെങ്കിൽ ABD വില്ലേഴ്സിന് ഇവർ കളിക്കുന്ന പോലെ ഇവർ രണ്ടുപേരും കളിക്കുന്ന എല്ലാ ഷോട്ടുള്ള ആൾക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരാളെ എടുത്തിട്ട് ആ ആൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾ, സോ ആ ഒരു രീതിയിൽ അതാണ് അതിൻ്റെ ഒരു ഫാനായിട്ട് മാറുക, അയാൾക്ക് ചെയ് വിളിച്ച് നടക്കുക. സോ ആ ഒരു രീതിയിലുള്ള ഒരു രീതിയുണ്ട്. അത് നമ്മുടെ കൾച്ചറിൽ ശരിക്കും ഉള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. അത് പലർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാറില്ല. ആ ഒരു കാര്യം പക്ഷേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിൽ നോക്കിയാലും നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചാണ് എപ്പോഴും നിൽക്കുക ഭൂരിഭാഗം ആളുകളും. അതുപോലെ തന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സൈഡിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാനും പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു സൈഡിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് മോശമാണെന്നുള്ള രീതിയിലോ അല്ല അത് ശരിയല്ല നമ്മൾ പറയുന്നതാണ് എക്സാക്ട് ആയിട്ട് ശരിയായിട്ടുള്ള കാര്യം, ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കാര്യം. ഇതേ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നോക്കിയാലും കാണാൻ പറ്റും. കുറേ ആളുകൾ ചിലപ്പോൾ LDF സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, കുറച്ച് UDF സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറേ ആളുകൾ ചിലപ്പോൾ NDA സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ഒരാളിപ്പോൾ NDA സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ നോക്കിയിട്ട് പറയാൻ പോകുന്നത് ഈ പറഞ്ഞ UDF LDF കംപ്ലീറ്റ് ആയിട്ട് റോങ് ആണ്, അവർ ചെയ്യുന്ന മുഴുവൻ തെറ്റാണെന്നുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ്, ഇപ്പോൾ UDF നിൽക്കുന്നതാണെങ്കിൽ LDF ചെയ്യുന്നു, അല്ലെങ്കിൽ UDF NDA ചെയ്യുന്ന കാര്യങ്ങളും കംപ്ലീറ്റ് റോങ് എന്നുള്ളതാണ്. സോ അങ്ങനെയല്ല നമ്മുടെ ഒരു എന്താ പറയുക കാര്യങ്ങൾ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് അവർ ഭരിക്കുന്നുണ്ട്. സോ അവർ ചെയ്യുന്ന മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് റോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെയിം ടൈമിൽ ഇപ്പോൾ UDF ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കയറിയിട്ടുണ്ട്, അവർ കഴിഞ്ഞ 100 ദിവസമായിട്ട് ഭരിക്കുന്നുണ്ട്. സോ അത് കംപ്ലീറ്റ് റോങ് ആണ് അവർ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് LDF ഇവിടെ ഒരു 10 വർഷം ഭരിച്ച സമയത്ത് അവർ ചെയ്തതും കംപ്ലീറ്റ് ആയിട്ട് റോങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇവർ ഈ എല്ലാ ആളുകൾക്കകത്തും നല്ലതുകൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ഈ ഒരു കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലും അല്ലെ ഓരോരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇവർ ഓരോരുത്തർ ഏത് രീതിയിലാണ് ഇത് പെരുമാറിയത്, ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും ഇതിനകത്ത് നല്ലത് ഏതാണ് മോശം ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഇതിനെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മെച്യൂർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ആ ഒരു രീതിയിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മളെ ശരിക്കും, അല്ലെ ആ ഒരു രീതിയിലുള്ള തിങ്കിങ് പ്രോസസ്സാണ് ശരിക്കും നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. അതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് അതിന്റെ പുറകെ വിളിച്ച് പോകാതെ നമ്മൾ എവിടെയാണെങ്കിലും അതിലെ നല്ലതും മോശം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് അറിയാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. അല്ലെ ഏതൊരു കാര്യങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിരിക്കും, അല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയോടോ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. സോ അതങ്ങനെ നിൽക്കുന്ന സമയത്തും അതിനപ്പുറത്തെ സൈഡിൽ നടക്കുന്ന നല്ലത് എന്താണ് മോശം എന്താണ്, അല്ലാതെ ഒരു സൈഡിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് മുഴുവൻ മോശമാണെന്ന് കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ. അത് നമ്മുടെ പൊതുവിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു തിയറി പറഞ്ഞ് കേൾപ്പിക്കുമല്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിൽ സ്റ്റഡി ചെയ്ത് ഇപ്പോൾ ഇത്ര ഡേറ്റ എടുത്തിട്ട് ഇത്ര ആളുകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ചിട്ടുള്ള സംസാരിക്കും. നമ്മുടെ പൊതുവിൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. then ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പേഴ്സണലി എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നിട്ട് ആ ഒരു സൈഡ് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഏതൊരു സൈഡാണോ ആ ഒരു സൈഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, മറ്റേ സൈഡ് മുഴുവൻ തെറ്റാണെന്ന് പറയുക. സോ ആ ഒരു രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പറഞ്ഞ മതപരമായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒന്നെങ്കിലും നന്മ അല്ലെങ്കിൽ തിന്മ ഈ ഒരു രീതിയിൽ മാത്രം നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും.
സോ ആ ഒരു രീതിയിൽ മാത്രം തിങ്ക് ചെയ്യാതെ ഇതിനകത്ത് കുറച്ചും കൂടെ ഈ നമ്മൾ നേരത്തെ പറയുമല്ലോ പേഴ്സണാലിറ്റീസ് പറയുമ്പോൾ നമ്മളൊരു സ്പെക്ട്രം ആയിട്ട് കാണണം എന്നുള്ള കാര്യം. സോ ആ രീതി തന്നെയാണ് നമ്മളിപ്പോൾ എല്ലാ മനുഷ്യന്മാരുടെ കാര്യം എടുത്ത് നോക്കിയാലും എല്ലാവരും ഒന്നെങ്കിൽ ഏറ്റവും നല്ല ആൾ, അല്ലെങ്കിൽ അയാൾ മുഴുവൻ നല്ലത്, അല്ലെങ്കിൽ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ മൊത്തം തെറ്റായിട്ടുള്ള ആൾ. സോ ആ ഒരു രീതിയിലുള്ള മനുഷ്യന്മാർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് ഭൂരിഭാഗം മനുഷ്യന്മാർ വരുന്നത്. ഞാൻ പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ മോശം മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ നന്മ മാത്രം ചെയ്യുന്നവരുണ്ടാവും. സോ ഇത് രണ്ടും വളരെ 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 റെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ള മനുഷ്യന്മാർ നമ്മൾ നോർമലി കാണുന്ന ആളുകൾ ഭൂരിഭാഗം വരുന്നത് ഈ പറഞ്ഞ ഒരു മിഡിൽ പോർഷനിലായിരിക്കും. സോ അവിടെ നല്ലതായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് നന്മയുണ്ടാവും, മോശം ഉണ്ടാവും. സോ ഇതിൻ്റെ ഒരു മിക്സ് ആയിട്ടായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും. ഒരാളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇയാൾ നല്ലൊരു കാര്യം ചെയ്തത് സെയിം വേറൊരാളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ, വേറൊരാളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴത്തേന് അയാൾക്കത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പെക്ട്രത്തിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിൽ നമ്മൾ പല ബിസിനസ്സുകളെയും നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തോ, നമ്മുടെ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടും നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു രീതിയിൽ മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കും ഈ പറഞ്ഞ പോലെ 100% ഉറപ്പല്ലേ ഞാൻ പറഞ്ഞത്, എന്നാൽ പോലും ഭൂരിഭാഗം സ്റ്റോക്കുകളും എല്ലാ കാലത്തേക്കും നന്നായിട്ടിരിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഏതൊരു ബിസിനസ് ആണെങ്കിൽ പോലും അത് എല്ലാ കാലത്തേക്കും മോശമായിട്ട് ഇരിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്റ്റോക്കിനെ മാത്രം കണ്ടുപിടിക്കാൻ നടക്കും. അതല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ മോശം സ്റ്റോക്ക് തോന്നുന്ന സ്റ്റോക്കുകളെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല. പക്ഷേ മാർക്കറ്റിൽ അങ്ങനെയല്ല നടക്കുന്നത്. നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് നമുക്ക് മാറ്റിയിടാനും പറ്റില്ല. ഇതും ഒരു സ്പെക്ട്രം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോക്ക് ചിലപ്പോൾ മോശം അവസ്ഥയിലായിരിക്കും കടന്നു പോകുന്നത്. സോ അവിടുന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷനും ബിസിനസിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അതൊരു കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കായിട്ട് മാറി അവിടെ നിന്ന് നല്ല രീതിയിലേക്ക് മുകളിലേക്ക് പോകുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിലുള്ള റിട്ടേൺസും മേക്ക് ചെയ്ത് തരാൻ സാധ്യതയുണ്ട്. സോ ഈ രീതിയിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഇത് മാറുന്നത് അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അത് ചിലപ്പോൾ കുറേ വർഷങ്ങൾ അങ്ങനെ കിടന്നതിന് ശേഷം അവിടെ ഇമ്പ്രൂവ്മെന്റ് വന്ന് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്ത് അതും ഇത് ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ഏറ്റവും നന്നാവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എൻട്രി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കത്തില്ല നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എൻട്രി എടുക്കാൻ വരുമ്പോൾ തന്നെ സ്റ്റോക്ക് ഓൾറെഡി അത് മൂവ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും ഒരു ബിസിനസ് മോശമാവുന്നു, അതിന്റെ തൊട്ട് മുമ്പിലത്തെ ദിവസം നമുക്ക് എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റില്ല. ഇത് മൊത്തത്തിൽ കുറച്ച് നാൾ കൊണ്ട് ബെറ്റർ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിത് എക്സിറ്റ് ചെയ്യുന്നതും ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ മോശമായിട്ട് തുടങ്ങിയതിന് ശേഷം കുറച്ചൊരു 1, 2, 3 ക്വാർട്ടറുകൾ എടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന കുറയ്ക്കുന്നുണ്ടാവും, ചിലപ്പോൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളത് 50% കട്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിവാക്കുന്നുണ്ടാവും. ചില ബിസിനസ്സുകൾ ചിലപ്പോൾ നമ്മൾ 2, 3 ക്വാർട്ടറുകളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ എടുത്തിട്ടായിരിക്കും അതിന് കട്ട് ചെയ്ത് ഒഴിവാകുന്നത്. ചിലത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പം കഴിഞ്ഞ ക്വാർട്ടർ വരെ യാതൊരു പ്രശ്നമില്ലാതൊരു സ്റ്റോക്ക് ആയിരിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതായത് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ട മൊത്തം ചിലപ്പോൾ സ്റ്റോക്കുകൾ നമുക്ക് സെല് ചെയ്ത് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. സോ ഇതെല്ലാം അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു ബിസിനസ് ആയിരിക്കും അത്. സോ അതിൽ ഈ ഒരു രീതിയിൽ ചിലപ്പോൾ നമുക്ക് ഡിസിഷൻ എടുത്ത് അതിന് എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി ഈസിയാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം മോശമായി നമ്മൾ എക്സിറ്റ് ചെയ്തു. പക്ഷേ അതല്ലാത്തൊരു സിനാരിയോ ഉണ്ട്. ചിലപ്പോൾ ആ ബിസിനസിന്റെ പെർഫോമൻസ് ചിലപ്പോൾ കുറച്ച് കുറയുന്നുണ്ടാവും, എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങൾ വരുന്നുണ്ടാവും. സോ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ പല ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ അതിനകത്ത് നമ്മൾ അലൊക്കേഷൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുക, ചെറിയൊരു പോർഷൻ കട്ട് ചെയ്യുക, ഈ രീതിയിലുള്ള ഡിസ്റ്റൻസ് എടുക്കാനാണ് നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരിക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഈ ഒരു രീതിയിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നല്ലത് മോശം എന്നുള്ളൊരു എന്താണ് സിംഗിൾ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഡിസ്റ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ല. പല ബിസിനസ്സുകളും പല രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. സോ ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചിലപ്പോൾ പല സമയത്തായിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് എൻട്രി എടുക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരിക്കത്തില്ല ഒരു ബിസിനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ പറയുന്ന വ്യത്യാസങ്ങളെല്ലാം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് നമ്മുടെ അത് ഹോൾഡ് ചെയ്യണം എന്നുള്ള നമ്മുടെ കൺവിക്ഷനെ എന്തെല്ലാം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് കൂടുതൽ. അല്ലെങ്കിൽ നമുക്കിത് ഇതിനകത്ത് ചെറിയ മോശങ്ങൾ കാണുന്നുണ്ട്. സോ അത് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല, അതിനെ കഴിഞ്ഞ് അത് വലുതായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷെ അതിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ട് നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ഈ ബിസിനസ്സിലുണ്ട്. സോ വരുന്ന ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്തും ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ കൂടുതൽ നന്നാവുകയും മോശമായിട്ട് തോന്നുന്നത് കുറച്ചുകൂടെ മോശമാവുന്ന സിറ്റുവേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വീണ്ടും അതും നന്നാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. സോ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ബിസിനസ്സുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. സെയിം ടൈമിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയായിരിക്കും. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നതും. സോ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ നമ്മളെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ പയ്യെ മേക്ക് ചെയ്യാനും അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാനും, സോ അതിൽ നമ്മുടെ നല്ല എമൗണ്ട് അതിനകത്ത് കിടക്കുന്ന സിറ്റുവേഷനിൽ പോലും നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളൊരു തിങ്ക് ചെയ്യാനും, സോ അങ്ങനെ
അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു പ്രശ്നം കണ്ട് അതിനർത്ഥം നമ്മൾ അന്നേരം തന്നെ എക്സിറ്റ് ചെയ്ത് ഒഴിവാകുക എന്നുള്ളതായിരിക്കത്തില്ല. ചിലപ്പോൾ വേണ്ട നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അടുത്തൊരു ക്വാർട്ടറിലേക്ക് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എന്താണ് ഈ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത്, ഇതിൽ എന്ത് മാറ്റമാണ് നടക്കാൻ പോകുന്നത്, ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു തിങ്കിങ് പ്രോസസ്സും ആ ഒരു രീതിയിലായിരിക്കും. നമുക്ക് ഇത് ഇന്നലെ വരെ നല്ലതായിരുന്നു, നാളെ തൊട്ട് മോശം എന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റോക്ക് ഏറ്റവും മോശം സ്റ്റോക്ക്, ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് മോശം സ്റ്റോക്കുകളിലൊന്നും നമ്മൾ ഹോൾഡ് ചെയ്യില്ല. നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെല്ലാം നല്ല സ്റ്റോക്ക് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോക്ക് ഒരിക്കലും മോശം സ്റ്റോക്ക് ആകുന്നതിനെ പറ്റി നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ സെയിം ടൈമിൽ മോശമായിട്ട് കിടക്കുന്ന ഒരു ബിസിനസ് നന്നാവുന്നതിനെ പറ്റി നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മോശമായിട്ട് കിടക്കുന്ന സ്റ്റോക്കുകളായിരിക്കും ചിലപ്പോൾ ഒരു 10 വർഷമായിട്ട് ചിലപ്പോൾ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കും വരുന്ന ഒരു 1, 2, 3 വർഷത്തിൽ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. സോ ഇത് അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് മൊത്തം നമ്മളെ നിന്ന് മിസ്സായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ കാര്യങ്ങളെ കാണുന്ന ഒരു രീതി, ഒരാളുടെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പുറകെ നമ്മൾ പോയി ബാക്കിയുള്ളത് മുഴുവൻ തെറ്റാണെന്ന് വിചാരിക്കുക. സോ ആ ഒരു രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നത് എന്ത് ബേസിലാണെന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് നമ്മളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നോ ഇതിൻ്റെയൊക്കെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കണം. അന്നേരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാർ എത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യരാണെന്നുള്ള കാര്യം. കാരണം ഈ പറയുന്നതിനകത്ത് ഒരു സൈഡ് ഇപ്പോൾ 2 വണ്ടി ആക്സിഡന്റ് ആയതാണെന്നുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് ഒരു സൈഡ് പിടിക്കും, ഈ വണ്ടിയുടെ പ്രശ്നമാണ്, മറ്റേ ആൾ വന്നിട്ട് അല്ലെങ്കിൽ കുറേ ആളുകൾ വന്നിട്ട് അപ്പുറത്തെ സൈഡ് പിടിക്കും. സോ ഈ ഒരു 2 കാര്യം എല്ലാവർക്കും ഒറ്റ ഐഡിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മളത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനൊരു 500 റീസൺ ഉണ്ടാവും. കാരണം അത് ഈ പറഞ്ഞ വണ്ടി ഓടിച്ചവൻ്റെ പ്രശ്നമുണ്ടോ, ആ വണ്ടിയുടെ പ്രശ്നമുണ്ടോ, ആ റോഡിന്റെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ ഇതിന്റെ എഞ്ചിനീയറിന്റെ പ്രശ്നമുണ്ടാവും, അത് ബിൽഡ് ചെയ്തവന്റെ പ്രശ്നമുണ്ടാവും, മര്യാദയ്ക്ക് ഒരു സൈൻ ബോർഡ് വെക്കാത്തതിന്റെ പ്രശ്നമുണ്ടാവും. അങ്ങനത്തെ 150 കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമുണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ആക്സിഡന്റ് നടന്നേക്കുന്നത്. പക്ഷെ നമ്മളിലുള്ള ആൾക്കാരെല്ലാവരും അന്നേരം പോയിട്ട് ഒന്നെങ്കിൽ ഒരു സൈഡ് പിടിക്കും, ഇല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് പിടിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഈ ഒരു രീതിയിൽ ഇങ്ങനത്തെ രീതിയിൽ പെരുമാറുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ, അതായത് അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടൊന്നും അവിടെ നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു രീതിയിലല്ല നമ്മുടെ ഈ പറഞ്ഞ ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് ശരി, ഇന്നത് തെറ്റ്, ഇതിനകത്ത് ഇതെല്ലാം കറക്റ്റാണ്, മറ്റേതെല്ലാം മോശമാണ്, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതൊക്കെ റൈറ്റ് ആണ്, മറ്റവർ ചെയ്യുന്നതൊക്കെ റോങ് ആണ്. സോ ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു തിങ്കിങ് പ്രോസസ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ, നമുക്ക് കാര്യങ്ങളെ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടൊന്നും നമുക്ക് പറ്റത്തില്ലാതായി പോകും. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ നമ്മുടെ ഒരു ഇന്റേണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സോ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ ഇത് കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റോക്കുകളിലാണെങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള നമ്മുടെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഡിസിഷൻസ് എടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും, ഇതേപോലെ ഈ സ്റ്റോക്കുകൾ നമുക്ക് കൃത്യമായിട്ട് എൻട്രി എടുക്കുന്നതിന് മുമ്പാണെങ്കിലും എൻട്രി എടുത്ത സമയത്താണ്, അതായത് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാനും ഇതിന് വരുന്ന ന്യൂസുകളോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന മാറ്റങ്ങളോ കാര്യങ്ങളോ കൃത്യമായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ, ഇതിൽ നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ഈ പൊസിഷൻസിനെ ഹോൾഡ് ചെയ്യേണ്ടത്, ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകേണ്ടത്, സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇഷ്യൂവിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നമുക്ക് മെന്റലി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വരുത്തേണ്ടത്, നമ്മൾ ഏത് രീതിയിൽ തിങ്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയും ചെയ്യണം. സോ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള നല്ല ഡിസിഷൻസ് നമുക്ക് മാർക്കറ്റിൽ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. ഇത് മുഴുവൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഞാൻ നമ്മുടെ ഒരു സമൂഹത്തിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.